Hello students. So in the last class we have discussed about the different types of equilibrium points, stable, unstable equilibrium, and how you can find out the equilibrium points. So today we will see energy diagrams. So what is the importance of energy diagram and what the energy diagram actually tells about the motion of the particle. So let's see that. എനർജി ഡയഗ്രം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ട്. അപ്പോൾ അതിലൊരു നമ്മൾ രണ്ട് അപ്രോച്ചാണ് സാധാരണ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ കാണാം. ഒന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യുക, അതായത് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് സെക്കൻഡ് ലോ ഉണ്ട്, നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണ്. അതായത് സെക്കൻഡ് ലോ എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F=m. അപ്പോൾ അതിന് ആക്സിലറേഷൻ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ x=, എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അതൊരു വഴിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എനർജി ഡയഗ്രാംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനർജി ഡയഗ്രാംസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ first you can find the most interesting features of the motion of one-dimensional system by using an energy diagram in which the total energy is E and the potential energy is U, and it is plotted as a function of position. So here it is, you have the position one dimension ആയതുകൊണ്ട് നമ്മൾ x direction മാത്രം എടുക്കുന്നു. So you have position along the x-axis and energy along the y-axis. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിൽ നമ്മളിപ്പോൾ എടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ U= half kx². half kx² എടുത്തു കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ പരാബോള. അപ്പോൾ പരാബോള സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ. ഓക്കെ, അപ്പോൾ സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ ആയിട്ടുള്ള ഒരു പരാബോളയാണ് ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ എനർജിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം മാത്രം വെച്ചിട്ട് നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ മോഷനെ പറ്റി എന്തൊക്കെ പറയാം. നമുക്കിതിപ്പോൾ ഓൾറെഡി അറിയാം. ദിസ് ഇസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഡയഗ്രാം ആണെന്ന് അറിയാം. നമുക്ക് അതെങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്നും അറിയാത്തൊരു സമയത്ത് ഈ എനർജി ഡയഗ്രാം മാത്രം വെച്ചിട്ട് നമുക്കിതിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് E എടുക്കുക. ഈ ക്യാപിറ്റൽ E ആണ് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം, ആൻഡ് യു ഹാവ് ദ പൊട്ടൻഷ്യൽ എനർജി U. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി, ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സോ ഈ K=E-U. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ പാർട്ടിക്കിൾ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്, ഇവിടെ ഈ പോയിന്റിൽ യു ഹാവ് ടോട്ടൽ എനർജി 0 ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയുടെ വാല്യൂ ഇവിടെ 0 അല്ല, ടോട്ടൽ എനർജി ഈസ് E അല്ലേ. ഈ പോയിന്റിന് ടോട്ടൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? E ഇവിടെയാണ്, ഇതാണ് വാല്യൂ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0, ടോട്ടൽ എനർജി ഈസ് E. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ എനർജി, ദാറ്റ് ഇസ് E. ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് 0 ആവുന്നത്, ബട്ട് കൈനറ്റിക് എനർജി ഈസ് മാക്സിമം, വിച്ച് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ഇനി ഇത് മൂവ് ചെയ്യാണ് സൈഡിലേക്ക്. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ട് ഇത് മാക്സിമം ഈ എനർജി ഇവിടെ എത്തുന്നു, മാക്സിമം എനർജി എത്തുന്നു. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ആൻഡ് കൈനറ്റിക് എനർജി അപ്പോൾ എന്താണ്, ഡിക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഈസ് E-U. സോ കൈനറ്റിക് എനർജി വിൽ ബി ഡിക്രീസിങ് ആസ് യു മൂവ്, as the value of x increases in this side, in the positive x direction. x increase ചെയ്യുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ടോട്ടൽ ഈ മാക്സിമം വാല്യൂ എത്തുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ എന്തായിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ എനർജി. ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജി ഈക്വൽ ആവും.
അപ്പോൾ ആ പോയിന്റിൽ കൈനറ്റിക് എനർജി സീറോ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ വെലോസിറ്റി സീറോ ആവുകയാണ്. അവിടുന്ന് ഈ പോയിന്റ് ഈ വാല്യൂ ഇവിടുന്ന് ഒരു നിമിഷം അത് സ്റ്റോപ്പ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് മൂവ്സ് ടു ദിസ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ ഈ മാക്സിമം എത്തുന്ന സമയത്ത് ഇറ്റ് വിൽ സ്റ്റോപ്പ് ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ടു ദി ഇക്വിലിബ്രിയം. സോ അപ്പോൾ ഇവിടെ നോക്കുക, യു ഹാവ് റെസ്ട്രിക്ഷൻ ഓഫ് ഫോർ ദി മോഷൻ. ഈ മൂവ്മെൻറ്റിന്, ഇത് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിന് 2 പോയിന്റ്സ് ഉണ്ട്, x1 ആൻഡ് x2 അല്ലേ. ആ പോയിന്റ്സിന് ബിയോണ്ട് ഇറ്റ് പാർട്ടിക്കിൾ വോണ്ട് ഗോ. അപ്പോൾ ആ ലിമിറ്റ്സ് ഓഫ് മോഷനാണ് ഈ 2 പോയിന്റ്സിനെ പറയുന്ന പേരാണ് ടേണിംഗ് പോയിന്റ്സ്. ഈ ടേണിംഗ് പോയിന്റ്സിനുള്ളിലായിരിക്കും ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ദ പാർട്ടിക്കിൾ വിൽ ഓസിലേറ്റ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്, x1 and x2. And hence it is called a bounded system or a bounded motion. You can say that the particle executes a bounded motion. Bounded motion എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ ഈ 2 പോയിന്റ്സിനുള്ളിലായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക. അത് ഓസിലേഷൻ ആയിരിക്കും, ഇതിനുള്ളിലേക്കും മൂവ് ചെയ്യുള്ളൂ. ഇതിന് പുറമേ ഇതിന് പോകാൻ പറ്റില്ല, കാരണം മാക്സിമം എനർജി ഈസ് ഇ ആണ്. മാക്സിമം അറ്റൈനബിൾ എനർജി ഇ ആണ്. ഇതിന് ഇക്ക് മേലേക്ക് ഇതിന് ഈ പാർട്ടിക്കിൾ അറ്റൈൻ ചെയ്യില്ല. So it cannot move beyond that. ഈ മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ it will stop and it will come back to the equilibrium. Okay, so you can say that as the particle flies past the origin in either direction, it is slowed by the spring and comes to a complete rest at one of the equilibrium position x1 or x2. And the particle then moves towards the origin with increasing kinetic energy and the cycle is repeated. So this is an example for a bounded motion. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നമുക്ക് ഓസിലേറ്റർ ആണോ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഈ എനർജി ഡയഗ്രം മാത്രം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മോഷനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് എനർജി ഡയഗ്രാംസ്. അപ്പോൾ ഈ എനർജി ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ എനർജി ഡയഗ്രാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ദ പാർട്ടിക്കിൾ ഈസ് ബൗണ്ടഡ് മോഷൻ, പാർട്ടിക്കിൾ ഈസ് ഇൻ ബൗണ്ടഡ് മോഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇത് നോക്കൂ, ഇനി ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്, ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇത് മേലോട്ട് പോവുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ക്യാൻ മൂവ് അപ് ടു ദാറ്റ് ലെവൽ. അതിന് പകരം അതുപോലെ ഈ ടോട്ടൽ എനർജി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഇത് ഇവിടെ വരെയുള്ളെങ്കിൽ ഇത് പാർട്ടിക്കിൾ ക്യാൻ ഗോ ഓൺലി അപ് ടു ദാറ്റ്. ദ ആംപ്ലിറ്റ്യൂഡ് വിൽ ഡിക്രീസ് വിത്ത് increase or decrease with the total energy value. That is, total energy is proportional to the amplitude. എന്ന് പറയും. അപ്പോൾ ഈ ഒരു എനർജി ഡയഗ്രാം മാത്രം കണ്ടിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹൗ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കറിയില്ല ഇത് ഓസിലേറ്ററി മോഷൻ ആണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ വെച്ച് തന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റും പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ ബിറ്റ്വീൻ ദീസ് two turning points x1 and x2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ ബൗണ്ടഡ് മോഷൻ. ക്ലിയർ? സോ നെക്സ്റ്റ് യു വിൽ സീ ഇതിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ പ്രൊവൈഡ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ബൗണ്ടഡ് മോഷൻ. As E increases, the turning points move farther and farther off. അതായത് ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. But the particle can never move away freely. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ഈ 2 പോയിന്റ്സിനുള്ളിലാണ് മൂവ് ചെയ്യുക. ഒരു പോയിന്റിൽ നിന്നും ഇത് ഫ്രീ ആവില്ല, പാർട്ടിക്കിൾ ഫ്രീ ആവില്ല. ആൻഡ് E is decreased, the amplitude of the motion decreases until finally E equal to 0, the particle is at rest, x equal to 0. എനർജി 0 ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ വിൽ ബി അറ്റ് റെസ്റ്റ്. പക്ഷെ സാധാരണ ഓസിലേഷൻ സമയത്ത് ഇവിടെ എനർജി 0 അല്ല, എനർജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൽ ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഈ എക്സ് ഈക്വൽ ടു 0 കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും ആൻഡ് ഇറ്റ് ഗോസ് ടു ദി അതർ സൈഡ്. അങ്ങനെ ഉണ്ടാകും. പിന്നെ ഈ ഒരു ഐഡിയൽ കേസിൽ എന്താണ്, എനർജി 0 ആവുന്നത് വരെ ദിസ് വിൽ ഓസിലേറ്റ് ബിറ്റ്വീൻ ദി ടേണിംഗ് പോയിന്റ്സ്. ഐഡിയൽ കേസിൽ നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സും ഒന്നുമില്ല, ഡാമ്പിങ് ഫോഴ്സസും ഒന്നുമില്ല. അപ്പോൾ അത് ഇൻഫിനിറ്റ് ടൈമിൽ വരെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ എ ബൗണ്ടഡ് സിസ്റ്റം. നൗ വി വിൽ സീ അൺബൗണ്ടഡ് മോഷൻ. അൺബൗണ്ടഡ് മോഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി യു ഹാവ് ടു കൺസിഡർ ദി കേസ് ഓഫ് പാർട്ടിക്കിൾ constrained to a radial line and acted on by a repulsive inverse square
ലോ ഫോഴ്സ്. അപ്പോൾ റിപ്പൾസീവ് ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് എ ഫോഴ്സിൻ്റെ A/r². ഫോഴ്സ് ഇൻ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി എ സെൻട്രൽ ഫോഴ്സ്. അത് ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണെങ്കിൽ 1/r² ഡിപെൻഡൻ്റ് ആയിരിക്കും. And you can say that a constant A/r². അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ F.dr അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിതിന് മൈനസ് ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ 1/r² മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് 1/r മൈനസ് പ്ലസ് ആർ. സോ ഇറ്റ് വിൽ ബി u ഈക്വൽ ടു A/r എന്ന് കിട്ടും. So the potential will be A/r for a inverse square force. So potential energy is represented as A/r, and A is positive. A പോസിറ്റീവ് ആയിട്ടുണ്ട് വാല്യൂ ആയിരിക്കും. നമുക്ക് ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ. നമ്മുടെ ഫോഴ്സ് 1/r² ആയിരിക്കും, പൊട്ടൻഷ്യൽ എന്തായിരിക്കും 1/r ആയിരിക്കും ഡിപെൻഡൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ എടുക്കുകയാണ്. യു ഹാവ് ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യാണ് A/r. A എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ 1/r പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കർവാണ് ഉണ്ടാവുക. അപ്പോൾ 1/r എന്നുള്ളത് നമുക്ക് ആർ മാക്സിമം എത്തുന്ന സമയത്ത് ആറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആർ മാക്സിമം ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. ഇറ്റ് വിൽ അപ്രോച്ച് 0. ആർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ 0 അടുത്തായിരിക്കും. ആറ് ഡിക്രീസ് ചെയ്ത് 0 അടുത്തേക്ക് എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആവും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് പ്ലോട്ടഡ് ഹിയർ. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഇത് മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഒരു പ്ലോട്ട് എങ്ങനെയാണ് എന്നുള്ളത്, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് യു ഹാവ് എ പാർട്ടിക്കിൾ. അപ്പോൾ ആ പാർട്ടിക്കിൾ ഇറ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് ഈ പോയിന്റിലാണ് കഴിക്കുക. അപ്പോൾ ഈ പോയിന്റിലാവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈസ് വെരി ലെസ് അല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ് ഈ പാർട്ടിക്കിൾ ഇറ്റ് ഇസ് ഫ്രീ ടു മൂവ്. ടോട്ടൽ എനർജി നമ്മൾ E ആയിട്ട് എടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി വിൽ ബി E മൈനസ് U ആയിരിക്കും. ദിസ് വാല്യൂ വിൽ ബി ദ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ നോക്കുക, അറ്റ് ലാർജ് ഡിസ്റ്റൻസസ് ദ മോഷൻ ഇസ് അൺബൗണ്ടഡ്. ഇവിടെ നമ്മൾ എവിടെ ഒരു പാർട്ടിക്കിൾ വെച്ച് മൂവ് ചെയ്താലും ഇറ്റ് ക്യാൻ ഈസിലി ഒരു പ്രത്യേക ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be a ബൗണ്ടറി പോയിന്റ്, ഒരു പോയിന്റ് പറയും അവിടെ, അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കുക, നിങ്ങളിവിടെ പാർട്ടിക്കിൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി. അപ്പോൾ അങ്ങനെ ഇതിനാണ് അറ്റ് ലാർജ് ആർ ഇറ്റ് ഈസ് പാർട്ടിക്കിൾ ഈസ് ഫ്രീ ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി. ഓക്കെ, അപ്പം ഇനി ഇതിന് നമ്മൾ എന്താണ് നമ്മൾ ഇതിന് ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഇതിന് ആർ ഡിക്രീസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യാണ്. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് വരും. സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് ആകുമ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ യു കനോട്ട് മൂവ് ഫർദർ. അത്രയും റിപ്പൾസീവ് ഫോഴ്സ് ഇതിന് മേലെ ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് പറയുന്നത് ആർ മിനിമം, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ഈ ആർ മിനിമം. ഓക്കെ, അപ്പോൾ ആർ മിനിമം ഇറ്റ് ഗ്രാജുവലി ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് shot towards the origin, it gradually loses its kinetic energy until it becomes momentarily to rest at R minimum. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ എനർജി E ആണ്. അപ്പോൾ E എന്നുള്ളത് നമ്മൾ ഈ ടോട്ടൽ എനർജി E ആണ്. ഈ പാർട്ടിക്കിളെ നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി അതായത് റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഇതിൻ്റെ ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇതിനെ റിപ്പൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്താവും, കൈനറ്റിക് എനർജി ഈസ് E മൈനസ് U. അപ്പോൾ ഈ U ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കുറഞ്ഞു വന്നിട്ട് there reaches a point R minimum, there the kinetic energy will be 0. Momentarily 0 ആവും, and it will be ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഇറ്റ് കംസ് ടു റെസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക്. ഇത് തിരിച്ചു പോകും.
and it will reverse the motion, then reverse and the particle moves out towards infinity. അപ്പോൾ ഇവിടുന്ന് ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകും, വെലോസിറ്റി റിവേഴ്സ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ പോയിന്റിൽ ഈ സ്മോൾ ആറിൽ ദ മോഷൻ ഈസ് ബൗണ്ടഡ് അല്ലേ. സ്മോൾ ആറിൽ മോഷൻ ഈസ് ബൗണ്ടഡ് എന്ന് പറയുന്നത് എന്താണ്? ഹിയർ യു ഹാവ് എ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ദർ ഇസ് എ ബൗണ്ടറി ഈസ് ഫിക്സ്ഡ്, ദ ബൗണ്ടറി ഈസ് ഫിക്സ്ഡ്. അപ്പം ബൗണ്ടറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൗണ്ടഡ് മോഷൻ. ഈ ചെറിയ ആറിൽ വെൻ ആർ ഈസ് സ്മോൾ ദ മോഷൻ ഈസ് ബൗണ്ടഡ്, ഫോർ ലാർജ് ആർ ദ മോഷൻ ഈസ് അൺബൗണ്ടഡ്. ലാർജ് ആറിൽ ഇത് എവിടെ വേണമെങ്കിലും ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് വെൻ ദ ഡിസ്റ്റൻസ് ഈസ് വെരി ലെസ്, ആർ ഈസ് വെരി സ്മോൾ, ദ മോഷൻ ഈസ് ബൗണ്ടഡ് എന്ന് പറയാം. ഈ ഒരു ആർ മിനിമം വരെ ഇതിന് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അത് അവിടെ ഒരു എന്താണ് അനലോജി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇഫ് യു ഹാവ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിൻ്റെ യു ഹാവ് സൗത്ത് പോൾ ഇവിടെ വയ്ക്കുകയാണ്, ആൻഡ് യു ആർ ടേക്കിംഗ് അനദർ മാഗ്നറ്റ് വിത്ത് സൗത്ത് പോൾ, ഇതിൻ്റെ ഒരേ ഡയറക്ഷനിൽ സൗത്ത് പോൾ വെച്ചിട്ട്. പിന്നെ നമുക്കറിയാം ദൂരെ ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇതിൽ മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. സൗത്ത് പോൾ നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഫർദർ മൂവ് ചെയ്യില്ല. ഇറ്റ് വിൽ റിപ്പൽ അല്ലേ, ഭയങ്കരമായിട്ടുള്ള റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ആ പോയിന്റ് നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം. ആൻഡ് യു ക്യാൻ, അപ്പോൾ ഈ പോയിന്റിൽ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു മാഗ്നറ്റ് വെച്ച് നമുക്കിതിനെ ഇതേ ഒരു മോഷന് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മാഗ്നറ്റ് നമ്മൾ ദൂരെ നിന്ന് നമുക്ക് മാഗ്നറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഇവിടെ വെച്ചിരിക്കുന്ന സൗത്ത് പോൾ വെച്ചിരിക്കുന്ന മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൗത്ത് പോൾ ഈ സിമിലർ പോൾസിൽ റിപ്പൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ സ്ട്രോങ് റിപ്പൽസീവ് ഫോഴ്സ്. അപ്പോൾ ഇതിന് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നടന്ന ആർ മിനിമം, അതിന് ബിയോണ്ട് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. സോ ഹിയർ സ്മോൾ ആർസ് ദ മോഷൻ ഈസ് ബൗണ്ടഡ്, ബട്ട് അറ്റ് large values of r the motion is unbounded and the particle can move freely. ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് പോയിന്റ് വരെ പോകാൻ പാടില്ല ഒന്നുമില്ല, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ എ അൺബൗണ്ടഡ് മോഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ നേച്ചറിൽ കാണുന്നുണ്ട് വരുന്ന മോഷൻസൊക്കെ ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് കാണുന്നത്. ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് മോഷൻ്റെ ഒരു കോമ്പിനേഷനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റംസ്. വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാകും. നിങ്ങളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പഠിക്കാനുണ്ടാവും. അടുത്ത വേറെയുള്ള സെമസ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വളരെ ബേസിക് ആയിട്ട് എന്താണ് ഇവിടെ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഡൈനാമിക്സ് എന്ന് നമുക്ക് നോക്കാം. So with some potential, either bounded or unbounded motion can occur depending on the energy. So consider attraction between two atoms. Interaction between two atoms. You have two atoms. Two atoms. They are at. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ എനർജി ഡയഗ്രത്തിൽ എപ്പോഴും എന്താണ്, എനർജി is along the y-axis and the position along the x-axis. Okay. അപ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ എന്ത് വരയ്ക്കുക, എനർജി ഡയഗ്രാം വരയ്ക്കുക. ഇവിടെയെല്ലാം നേരത്തെയൊക്കെ അങ്ങനെ തന്നെ വരച്ചിരിക്കുന്നത്. അപ്പം എക്സ് ആക്സിസിൽ നിങ്ങൾ പൊസിഷൻ ഉണ്ടാകും, വൈ ആക്സിസിൽ ഉണ്ടാവുക എനർജി ഉണ്ടാകും. ഇനി ലാർജ് സെപ്പറേഷൻ, യു ഹാവ് ടു ആറ്റംസ് വിച്ച് ആർ എ ലാർജ് സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ലാർജ് സെപ്പറേഷനിലാവുന്ന സമയത്ത് എന്താണ്, അത് തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ ചെറിയ ഇൻട്രാക്ഷനേ ഉണ്ടാവുള്ളൂ. The atoms attract each other weakly with van der Waals force. Van der Waals force ആണ് അതിന് മേലെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. Van der Waals force it is proportional to 1/r⁷. ഇത് 7 ആണ്, 1/r⁷. ഓക്കെ, സോ ആറിൻ്റെ വാല്യൂ ലാർജ് ആകുന്ന സമയത്ത് ദ വാൻ ഡർ വാൾസ് ഫോഴ്സ് വിൽ ബി വെരി നെഗ്ലിജിബിൾ. ഒരുപാട് ആറിൻ്റെ വാല്യൂ വലിയ വാല്യൂ ആകുന്ന സമയത്ത് 1/r⁷ ആണ്. ഓക്കെ, അപ്പോൾ വളരെ കുറവായിരിക്കും, 0 ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. സോ യു ആർ സ്റ്റാർട്ടിങ് അറ്റ് ദിസ് പോയിന്റ്. ആറ് വളരെ വലിയ വാല്യൂവിൽ യു ഹാവ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ആറ്റംസ് വെരി സ്മോൾ ഇൻട്രാക്ഷനേ ഉള്ളൂ. ആൻഡ് ദർ വിൽ നോട്ട് ബി എനി
energy value. R value, potential energy will be almost zero. Potential energy curve on potential energy will be almost zero. Atoms approach each other. അപ്പോൾ ആറ്റംസിന് നമ്മൾ ദൂരെ വെച്ചിരിക്കുന്ന രണ്ട് ആറ്റത്തിന് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം the electron clouds will begin to overlap, producing strong forces. ഇപ്പോൾ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അതിന് ഇടയിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഉണ്ട്. ഇപ്പോൾ 2-3 തരത്തിലുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് പറഞ്ഞാൽ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇത് അട്രാക്ട് ചെയ്യും. അതായത് രണ്ട് ആറ്റത്തിൻ്റെ ഒന്നിൻ്റെ ന്യൂക്ലിയസും മറ്റേതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്ട് ചെയ്യും. തിരിച്ചും അങ്ങനെ ഉണ്ടാവും. പക്ഷെ വളരെ അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ as the atoms approach, the electron cloud begins to overlap, producing strong forces. Okay. In this intermediate region, the force is either attractive or repulsive depending on the details of the electronic configuration. So, force attractive or repulsive ആവാം. So, attractive forces ആണെങ്കിൽ എന്തായിരിക്കും, potential energy will increase in the negative direction. Potential energy will increase in the negative direction, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, potential energy will decrease if the force is attractive. Attractive force ആണെങ്കിൽ the potential energy will decrease. അതായത് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ഇതെന്താ ഉണ്ടാവുക, ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ ക്ലൗഡും അതിൻ്റെ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് അതെല്ലാം കൂടെ ഉള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൾസീവ് ഫോഴ്സ് ആണോ, എത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം റിപ്പൾഷൻ ഉണ്ടാവും എന്നെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, അതിന് ചുറ്റുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെയാണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഫോഴ്സ് ബിൽഡ് ചെയ്യും. ഒന്നുകിൽ ഇത് അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും. അതിൽ സ്ട്രോങ്ലി അട്രാക്റ്റീവോ സ്ട്രോങ്ലി റിപ്പൾസീവോ ഒക്കെ ആവുന്നത് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പം ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഇതിന് നമ്മൾ ദൂരെ എന്നുള്ളതിന് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വാണ്ടർവാൾസ് ഫോഴ്സ് ഉണ്ടാവും. ദൂരെ എന്നുള്ളത് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, attractive force ആണെങ്കിൽ if the force is attractive, potential energy decrease ചെയ്യും, potential energy will decrease, or you can say that the potential energy will increase in the negative direction. Attractive force ന്റെ potential energy will be negative, അങ്ങനെയാണ്. potential energy will increase in the negative direction എന്ന് പറയാം, അല്ലെങ്കിൽ potential energy will decrease എന്ന് പറയാം. with decreasing r decrease ചെയ്യുന്നതനുസരിച്ച് potential energy decrease ചെയ്യും. അപ്പോൾ നമുക്ക് കാണാലോ ഇതാ potential energy decrease ചെയ്യും. At very short distance, the atoms will always repel. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ there will be a minimum point. അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി will be minimum and എന്താണ് ഇത് ഈ പോയിന്റിലായിരിക്കും the atoms will become stable. അതായത് ഇത് ദൂരെ നിന്ന് വരുന്ന രണ്ട് ആറ്റംസ് വളരെ അടുത്തെടുത്തെത്തിയിട്ട് എന്തുണ്ടാകും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്യും. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ വളരെ ഇതിനടുത്തേക്ക് നമ്മൾ അടുപ്പിച്ചടുത്ത് കൊണ്ട് 6 ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ 6 ഡിക്രീസ് ചെയ്ത് വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, വളരെ ഇലക്ട്രോൺ ക്ലൗഡ് വളരെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, ന്യൂക്ലിയസും വളരെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ്, പിന്നെ റിപ്പൾഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ at very short distances the atom always repulsion മാത്രമേ ഉള്ളൂ. അതിന് മുമ്പെയാണ് എന്താണ്, ചിലപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡും മറ്റേ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ക്ലൗഡും മറ്റേതിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. അതാണ് ഈ റീജിയൻ. അതാണ് നമ്മൾ പറഞ്ഞത്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമുക്ക് അറിയില്ല, അത് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല എത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കും എത്രത്തോളം റിപ്പൾസീവ് ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പോയിന്റിന് ബിയോണ്ട് നമ്മുടെ ആറ്റംസ് വളരെ ക്ലോസ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് there will be for sure there will be repulsive force for very short distances. അപ്പോൾ ആ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the potential will be positive and it will rapidly increase. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തു. അതായത് ഇത് മെല്ലെ ഇത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ അട്രാക്റ്റീവ് ആയിരുന്നു, ഇവിടെ വരെയൊക്കെ അട്രാക്റ്റീവ് ആണ്. ഒരു പോയിന്റിൽ സ്റ്റേബിളായി അത് മിനിമം പൊട്ടൻഷ്യലായി. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഫർദർ മൂവ് ചെയ്ത് ആറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ there will be strong repulsive force. അപ്പോൾ സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് എന്നാൽ പൊട്ടൻഷ്യൽ എനർജി will sharply increase.
അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാണാൻ പറ്റും ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി റാപ്പിഡ്ലി യു ഇൻക്രീസസ് റാപ്പിഡ്ലി ആർ ബിക്കംസ് സ്മോൾ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ സീ ഡിഫറെൻറ്റ് റീജിയൻസ്. നമുക്ക് ഇതിലെ ഡിഫറെൻറ്റ് റീജിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ ഫോർ E greater than 0, that is positive energy, the motion is unbounded and atoms are free to fly apart. അത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ. ഇവിടെയാണ് എനർജി പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ എനർജി പോസിറ്റീവ് ആയിട്ടുള്ള റീജിയനിൽ ഇവിടെ ആറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ഇൻട്രാക്ഷൻ ഒന്നുമില്ല. ദ ആറ്റംസ് ആർ ഫ്രീ ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യും. ഈ പോയിന്റ്സിലൊക്കെ E greater than 0 എന്നുള്ള പോയിന്റ് അൺബൗണ്ടഡ് ആണ്. ഇനി ഈ ലെസ് ദാൻ 0 എന്നുള്ള എനർജി ഈസ് നെഗറ്റീവ്. എനർജി നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ദ മോഷൻ ഈസ് ബൗണ്ടഡ് ഫോർ ബോത്ത് സ്മോൾ ആൻഡ് ലാർജ് സെപ്പറേഷൻസ്. അപ്പം ബോത്ത് സ്മോൾ ആൻഡ് ലാർജ് സെപ്പറേഷനിലും ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് നമുക്ക് നേരത്തെ അറിയാം. ഈ ഇങ്ങനെ ഒരു ഇതിനുള്ളിലായി കഴിഞ്ഞാൽ ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ വെൽ, അല്ലെങ്കിൽ there are turning points. ഇപ്പോൾ ലാർജ് ആറിലും ഇത് നമുക്ക് ഈ വാല്യൂസ് ഡിഫറെൻറ്റ്, ഈ ലെവലിൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഇടയിൽ മാത്രമേ ഉള്ളൂ ഈ ആറ്റത്തിന് മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ഗോ എവേ. സോ ദ മോഷൻ ഈസ് ബൗണ്ടഡ്. The motion is bounded for both small and large separation. The atoms never approach. ഇവിടെ നോക്കിയാൽ അറിയാം, the atoms can never approach closer than RA or move farther apart than RB. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ RBക്ക് പുറമേക്കും പോകാൻ പറ്റില്ല, RAക്ക് താഴേക്കും പോകാൻ പറ്റില്ല. And it will be bounded between these 2 points. Okay, so this is a bounded motion with for energy less than നെഗറ്റീവ് ഫോർ നെഗറ്റീവ് എനർജി. ഇവിടെ നമ്മളിത് ഡിഫറെൻറ്റ് റീജിയനായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഫോർ എനർജി ഗ്രേറ്റർ ദാൻ 0 ദ മോഷൻ ഈസ് അൺബൗണ്ടഡ്, ആൻഡ് വെൻ ദ എനർജി ഈസ് ലെസ് ദാൻ 0 ദ മോഷൻ ഈസ് ബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണ്. യു ആർ ടേക്കിംഗ് ദ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, so hydrogen atom interatomic distance ആണ് ഈ x direction എടുക്കുന്നത്, and y direction you have potential energy. അപ്പോൾ വളരെ ലാർജ് വാല്യൂസിൽ R is equal to 300 പിക്കോമീറ്റർ ആണ് ഇത്. പിക്കോമീറ്റർ മീൻസ് 10⁻12 മീറ്റർ ആണ് പിക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അറ്റോമിക് ഇതിലൊക്കെ ഇത് വലിയ വാല്യൂ ആണ്. ഈ 300 പിക്കോമീറ്റർ എന്ന് പറയുന്നത് ലാർജ് സെപ്പറേഷൻ ആണ്. ഈ ലാർജ് സെപ്പറേഷനിൽ ആറ്റംസ് വിൽ ബി ഫ്രീ ടു മൂവ്. ഇവിടെ ഈ പോയിന്റിലേക്ക് ഇറ്റ് വിൽ ബി ഫ്രീ, ദർ വിൽ നോട്ട് ബി ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നമ്മൾ ഇങ്ങനെ യു ആർ ബ്രിങ്ങിങ് ദി 2 ആറ്റംസ് ക്ലോസർ. അപ്പോൾ ക്ലോസർ ആയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഹിയർ ദർ വിൽ ബി എ അട്രാക്റ്റീവ് ഫോഴ്സ് എത്തി കഴിഞ്ഞിട്ട് the atoms reaches equilibrium point. And equilibrium point it is observed that here the 2 atoms form a stable hydrogen molecule, and the observed bond distance in hydrogen is R is equal to 74. ഈ bond length വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 74 പിക്കോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഇത് ആറ്റം ഇസ് സ്റ്റേബിൾ, ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇത് ഫർദർ നമ്മൾ ഇതിനെ അടുത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഷാർപ്ലി ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫോർമേഷൻ നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി കർവ് ഈ എനർജി ഡയഗ്രത്തിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. യു ഹാവ് 2 ആറ്റംസ്, യു ഹാവ് എ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ്. ഇവിടെ അതുപോലെ തന്നെ
അപ്പോൾ ഇതിൽ ലാർജ് ഡിസ്റ്റൻസ് ആകുന്ന സമയത്ത് there will be this nucleus will attract the electron cloud of the other and it will be attractive force, and as it comes closer there will be repulsion between the electron cloud as well as the nucleus. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ അതുപോലെ there will be a bond length നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. that will be the distance between these two nucleus. So this is called the bond length. bond length എന്ന് പറയും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ് ബോണ്ട് ലെങ്ത് എന്നൊക്കെയുള്ള വാല്യൂ. ഓക്കെ, ഇനി ഇതേപോലെ ബോണ്ട് സിസ്റ്റം ഓഫ് 2 atoms is of course a molecule or and our sketch represents a typical diatomic molecule energy diagram. This is a diatomic molecule energy diagram. If 2 atoms collide with positive, ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ആറ്റത്തിൻ്റെ കൊളീഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കൊളീഷൻ ഉണ്ടായിട്ട് ആറ്റംസ് ഫോം ചെയ്യുന്നത്. If 2 atoms collide with positive energy, they cannot form a molecule unless some means is available for losing enough energy to make the energy negative. ഇപ്പോൾ 2 പോസിറ്റീവ് എനർജി ഉള്ള 2 ആറ്റംസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് there should be some surface to take away the excess energy. അപ്പോൾ ആ excess energy in general a third body is necessary to carry off the excess energy. Sometimes the third body is a surface which is the reason surface catalysts are used to speed certain reaction. അപ്പോൾ സർഫസ് കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ അവിടെയുള്ള പർപ്പസ് അതാണ്. Thus, those surface catalysts will take away this excess energy. That surface catalyst will absorb this excess energy. 2 ഹൈ എനർജി ആയിട്ടുള്ള ആറ്റംസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതൊരു സ്റ്റേബിൾ മോളിക്യൂൾ ആണെങ്കിൽ അതിനുള്ള എക്സസ് എനർജി ഏതെങ്കിലും ഒരു സർഫസ് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് സ്റ്റേബിൾ ആയിട്ടുള്ള നെഗറ്റീവ് എനർജി ലെസ് ആക്കിയിട്ട് ഈ നെഗറ്റീവായിട്ട് അതിന് സ്റ്റേബിൾ മോളിക്യൂളായിട്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സസ് എനർജി അബ്സോർബ് ചെയ്യുന്ന സർഫസിനെ നമ്മൾ സർഫസ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റംസ് ആസ് സച്ച് തന്നെ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ഗ്യാസ് ഫേസ് ഈവൻ ദോ ദ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് ടൈറ്റ്ലി ബൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു പീസ് ഓഫ് പ്ലാറ്റിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പീസ് ഓഫ് പ്ലാറ്റിനം വയ്ക്കുന്ന സമയത്ത് the atoms collide and it will combine and it will form the hydrogen molecule. ഇപ്പോൾ പ്ലാറ്റിനം ആണ് ഇവിടെ സർഫസ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫോർമേഷൻ്റെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ സർഫസ് കാറ്റലിസ്റ്റ് യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ എനർജി ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ എനർജി ഡയഗ്രാം. അപ്പോൾ എനർജി ഡയഗ്രത്തിൽ ഈ എന്താണ് ബൗണ്ടഡ് മോഷൻ എങ്ങനെയാണ്, അൺബൗണ്ടഡ് മോഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ സ്മോൾ ഓസിലേഷൻസ് ഇൻ എ ബൗണ്ട് സിസ്റ്റം. ഒരു ബൗണ്ട് സിസ്റ്റത്തിൽ നമുക്കറിയാം ഓസിലേഷൻസ് ഉണ്ടാകും ആൻഡ് ഇറ്റ് വിൽ ബി ടേണിംഗ് പോയിന്റ്സ്. അപ്പോൾ അതിനെ പറ്റിയാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആണ് ഇത് തരുന്നത് നോക്കാം.